നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നും ആ ത്രിവിക്രമൻ തന്നെയാണോ പണം എടുക്കാൻ വന്നത്? സത്യം പറഞ്ഞ ഇനി അയാള് തന്നെയാണോ ഇതിന്റെയൊക്കെ പുറകിലെന്നാ എന്റെ സംശയം. ഏയ്, വന്നത് അയാൾ തന്നെ. പക്ഷേ അയാൾക്ക് ശരിക്കൊരു ചികണ്ടിയുടെ വേഷമേ ഉണ്ടാവൂന്ന് എന്റെ വിശ്വാസം. പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് വേറെ ആരോ ആണ്. വേണമെങ്കിൽ കുറച്ചുകൂടി കാത്തുനിന്ന് ഇന്ന് എനിക്കത് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ശ്രീലക്ഷ്മി മാഡം അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ശരിയാണ്, നമ്മൾ എന്തെങ്കിലും എടുത്തുചാടി ചെയ്താ ആത്യന്തികമായി അത് ബാധിക്കുന്നത് ശ്രീലക്ഷ്മി മാഡത്തെ തന്നെയാ. പാവം രവി സാറിന്റെ കൂടെ ഒരു സന്തോഷമായ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു. എന്നിട്ടും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാ. അതാ കഷ്ടം. അന്ധമായ പ്രണയബന്ധത്തിന് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് സാന്ദ്ര മാഡം. താൻ പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ നമ്മൾ പലതും ചെയ്യും. അവസാനം അതൊക്കെ നമുക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. ശ്രീലക്ഷ്മി മാഡത്തിനും സംഭവിച്ചത് മാത്രമാ. അതാണ് സർ അതിന്റെ ട്രാജഡിയും. കുറച്ച് സമയം കൂടി കൊടുത്തിരുന്നെങ്കിൽ രാഗസുധയുടെ കാര്യത്തില് മാഡം ഒരു പരിഹാരം കണ്ടെത്തിയേനെ. പക്ഷെ അതിനു മുമ്പ് ആ കഥ അവസാനിച്ചു. എല്ലാ സത്യവും അറിയാമായിരുന്നിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല വിഷമമുണ്ട് എനിക്ക്. എനിക്കും. ശ്രീലക്ഷ്മി പോയി കഴിഞ്ഞ രവിയുടെ മനോനില എന്നേക്കുമായി താളം തെറ്റുമെന്ന് ഉറപ്പാ. ഇപ്പോ കണ്ടുകൊണ്ട് ഉറങ്ങാനും കണ്ടുകൊണ്ട് എഴുന്നേൽക്കാനും മുന്നിൽ കൺമണി എന്ന പേരിലെങ്കിലും ശ്രീലക്ഷ്മി മേഡം ഉള്ളതുകൊണ്ടാ രവി തളർച്ചയിൽ വീഴാത്തത്. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോ അവന്റെ ലൈഫ് മുഴുവനായും ചേഞ്ച് ആവും. ഒരു നിമിഷത്തെ തോന്നലിൽ അത് ചിലപ്പോ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയാലും മതി. രാജറാം സർ, സോറി സാന്ദ്ര മാഡം, അങ്ങനെ സംഭവിക്കുമെന്നല്ല. പക്ഷെ ശ്രീലക്ഷ്മി കുരുക്കഴിക്കാൻ നോക്കിയിടത്തൊക്കെ അത് മുറുകയാണ് ചെയ്തത്. ആ കുരുക്കിൽപ്പെട്ട് രവിക്കും ശ്വാസം മുട്ടുന്നുണ്ട്. മനസ്സിലാകുന്നു സർ. എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ ഇനിയും പിന്മാറാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ചും രാജാറാം സാർ വിചാരിച്ച ചിലത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനെന്ത് വിചാരിക്കാൻ? സാന്ദ്രനോട് എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം, കഥയൊന്ന് മാറ്റി പിടിച്ചാ മതി. ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചാൽ ലക്ഷ്മണൻ പോയി തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.